പാക് അധീന കാശ്മീരിൽ ഉണ്ടായത് പാകിസ്ഥാന്റെ നരനായാട്ടാണ്. പാക് അധീന കാശ്മീർ നിയമസഭയിലേക്ക് തിങ്കളാഴ്ച നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിനിടെയായിരുന്നു പോലീസിന്റെ വെടിവയ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിന് നേരെ പാക് പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. പാക് അധീന കാശ്മീരിലെ കൂട്ടക്കുരുതിയെ ന്യായീകരിച്ച് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത് വരുന്നതാണ് പിന്നീട് കാണുന്നത്. അവരും ഇന്ത്യയെപ്പോലെ ശത്രുക്കളെന്ന് പ്രതികരിച്ചുകൊണ്ടാണ് വെടിവെപ്പിനെ ഖ്വാജ ആസിഫ് ന്യായീകരിച്ചത്. പാക് അധിനിവേശ കാശ്മീരിൽ ആളിക്കത്തുന്ന പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭത്തിലും സ്വാതന്ത്ര്യ സമര നീക്കങ്ങൾക്കുമിടെയാണ് പോലീസും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നതും അതിൽ കൂട്ടക്കുരുതി നടക്കുന്നതും. പിഒകെയിലെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജനകീയ പ്രതിഷേധങ്ങൾ പാക് സുരക്ഷാ സേന അടിച്ചമർത്താൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിലാണ് 20 പേർ കൊല്ലപ്പെട്ടത്. 50ഓളം പേർക്ക് പരിക്കേറ്റു. റാവൽകോട്ടിലെ ഡ്രൈക്ക് എട്ടാം മേഖലയിലാണ് വലിയ സംഘർഷമുണ്ടായത്. പോലീസ് വെടിവയ്പിൽ തങ്ങളുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സ്ഥിരീകരിച്ചു. സംഘടനയുടെ സ്ഥാപകാംഗവും വക്താവുമായ ഉമർ നലീർ കശ്മീരിയുടെ സഹോദരൻ ഉസ്മാൻ നസീറും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. പോലീസ് നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ റോഡിൽ നിരത്തിക്കിടത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. JAC പ്രക്ഷോഭകരാണ് പോലീസിന് നേരെ ആദ്യം വെടിയുതിർത്തതെന്ന് സൈന്യം ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാക് ഫെഡറൽ സർക്കാർ മേഖലയിൽ 14,000 സുരക്ഷാ സേന അംഗങ്ങളെ വിന്യസിച്ചിരുന്നു. ജൂൺ മുതൽ പാക് സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷങ്ങളിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ 80 ആയിരിക്കുകയാണ്. 400 പേർക്ക് ജീവൻ നഷ്ടമായി എന്നതാണ് JAC അവകാശപ്പെടുന്നത്. എന്തായാലും വളരെ കാലമായി അവിടെ സംഘർഷങ്ങൾ നിലനിന്നിരുന്നു. അതിനെതിരെ പല വിധത്തിലുള്ള സൈനിക നടപടികൾ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കൂട്ടക്കുരുതിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പിഒകെയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ തിങ്കളാഴ്ച ആരംഭിച്ചതോടെ പാകിസ്ഥാൻ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. കനത്ത സുരക്ഷാ സന്നാഹമുണ്ടായിരുന്നു. പിഒകെയിൽ ആകെ 53 സീറ്റുകൾ ഉള്ളതിൽ 45 എണ്ണത്തിലേക്കാണ് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ഓഗസ്റ്റ് 10 വരെ 3 ഘട്ടങ്ങളിലായാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8 സീറ്റുകൾ സ്ത്രീകൾ, സാങ്കേതിക വിദഗ്ധർ, മതപണ്ഡിതർ എന്നിവർക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ്. മിർപൂർ ഡിവിഷനിലെ 13 മണ്ഡലങ്ങളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 9 സീറ്റുകൾ പാകിസ്ഥാനിലെ ഭരണകക്ഷിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേടിയിരുന്നു. 3 പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി വിജയിച്ചു. ഫെഡറൽ സർക്കാരിൽ ഇരു പാർട്ടികളും കൂട്ടുകക്ഷികളാണ്. പാർട്ടി ജയിച്ചാൽ തനിക്ക് പിഒകെ പ്രധാനമന്ത്രിയാകാൻ മോഹമുണ്ടെന്ന് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും PMLN അധ്യക്ഷനുമായ നവാസ് ഷെരീഫ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നു എന്ന ആരോപണവും ശക്തമാണ്. എന്താണ് ഇവിടെ ഇങ്ങനെ സമരത്തിലേക്ക് നയിച്ച സാഹചര്യമെന്ന് നോക്കിയാൽ ഫെഡറൽ സർക്കാരും പ്രാദേശിക സർക്കാരുകളും പിഒകെയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് അവിടുത്തുകാർ കാലങ്ങളായി ജനകീയ സമരത്തിൽ അണിനിരക്കുന്നത്. പ്രതിഷേധങ്ങളുടെ പേരിൽ JACയെ നിരോധിച്ചിരുന്നു. പിഒകെയോടുള്ള പാകിസ്ഥാൻ ഫെഡറൽ സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് പ്രക്ഷോഭം ശക്തിപ്പെട്ടത്. ഭക്ഷ്യധാന്യം, വെള്ളം എന്നിവയുടെ വിതരണം, മറ്റാനുകൂല്യങ്ങൾ എന്നിവ വെട്ടിക്കുറച്ചത് പ്രതിഷേധത്തിലേക്ക് പാർട്ടികളെയും ജനങ്ങളെയും നയിച്ചു. പാകിസ്ഥാനുമായി വ്യാപാരം അനുവദിക്കുന്നില്ല എങ്കിൽ ഇന്ത്യയുമായി ബദൽ വ്യാപാര പാത തുറന്ന് ഉഭയകക്ഷി വ്യാപാരം ആരംഭിക്കുമെന്നും നേരത്തെ സർദാർ അമൻ ഖാൻ പറഞ്ഞിരുന്നു. പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സർദാർ അമൻ ഖാൻ ഒരു ദിവസം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: പിഒകെ ഒരിക്കലും തർക്കപ്രദേശമോ ആസാദോ അല്ല. പാകിസ്ഥാൻ അധികൃതരും അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന പ്രദേശമാണ് എന്നാണ് പറഞ്ഞത്. പിഒകെ നിയമസഭയിലേക്കുള്ള 12 അഭയാർത്ഥി സംവരണ സീറ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 9 മുതൽ JACയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടന്നുവരികയാണ്. തങ്ങൾക്ക് അനുകൂലമായ വ്യക്തിയെ പിഒകെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഫെഡറൽ സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ സംവരണം എന്നതാണ് സമരക്കാർ ആരോപിക്കുന്നത്. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചാണ് ഈ സീറ്റുകളിലൂടെ മേഖലാ ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് എന്നതാണ് JACയുടെ ആരോപണം. ജമ്മുകാശ്മീരിൽ നിന്ന് കുടിയേറി അവിടെ സ്ഥിരതാമസമാക്കിയവർക്കാണ് ഈ സംവരണം ലഭിക്കുക. ഇന്ത്യ സഹായിക്കണമെന്ന അഭ്യർത്ഥനയും അവിടെ നിന്ന് ഉയർന്നിരുന്നു. പിഒകെയിൽ പാക് സർക്കാർ ഭക്ഷണവും മരുന്നുമടക്കമുള്ള സാധനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയെന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. സഹായിക്കണമെന്ന് അവർ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു.
പാകിസ്ഥാൻ ദശകങ്ങളായി നടത്തുന്ന ചൂഷണവും പൗരാവകാശ ലംഘനങ്ങളുമാണ് സംഘർഷത്തിന് പിന്നിലെന്ന് ഇന്ത്യ പ്രതികരിച്ചു. അനധികൃതമായി കൈവശപ്പെടുത്തിയ പ്രദേശത്തെ ജനങ്ങളെ പാകിസ്ഥാൻ അടിച്ചമർത്തുകയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ സാഹചര്യങ്ങളിലും ഇന്ത്യ പ്രതികരിച്ചിരുന്നു. പാക് അധീന കശ്മീരിൽ തിങ്കളാഴ്ച ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രദേശത്തെ അനധികൃത കയ്യേറ്റവും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളും മറച്ചുവെക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം എന്നതാണ് ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചത്. ഇപ്പോൾ നടക്കുന്ന പ്രഹസനപരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പാകിസ്ഥാന്റെ അനധികൃത അധിനിവേശവും പ്രദേശത്തെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും മറച്ചുവെക്കാനുള്ള ഒരു ശ്രമമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി. പാക് അധീന ജമ്മുകാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക ചൂഷണം, ജനങ്ങളുടെ മൌലികാവകാശ നിഷേധം, ഭരണപരമായ അടിച്ചമർത്തൽ എന്നിവയുടെ നേരിട്ടുള്ള പ്രത്യാഘാതം എന്നതായിരുന്നു ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ. പാക് അധീന കാശ്മീരിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൊലപാതകങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളെയും കുറിച്ച് കേന്ദ്ര സർക്കാർ പരസ്യമായി പ്രതികരിക്കണമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള ഇപ്പോൾ ആവശ്യപ്പെട്ടു. ശ്രീനഗറിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഫറൂഖ് അബ്ദുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത്. പിഒകെയിലെ സാഹചര്യം പരിശോധിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംവിധാനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രിക്കും താൻ കത്തയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധക്കാർക്ക് നേരെ പാക് സേന നടത്തുന്ന ക്രൂരമായ നടപടികളെ ന്യായീകരിച്ച് രംഗത്തെത്തിയത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ്. ഇന്ത്യയെപ്പോലെ ശത്രുക്കളായാണ് പ്രതിഷേധക്കാരെ താൻ കാണുന്നതെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞു. പ്രതിഷേധക്കാരുമായി ഇനിയൊരു ചർച്ചയുമില്ല എന്നും അവർ പാകിസ്ഥാന്റെ ശത്രുക്കളാണ് എന്നും ഖ്വാജ ആസിഫ് പറയുന്നു. ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിന് സമയത്ത് ഇന്ത്യക്കെതിരെ ഖ്വാജ ആസിഫ് വിവാദപരമായ പല പരാമർശങ്ങളും നടത്തിയിരുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിലും പല വിവാദ പരാമർശങ്ങളും ഭീഷണിയും ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്തെത്തുന്നതാണ് കാണുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനുള്ള സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് പിൻവാങ്ങിയത്. സൈനിക ആക്രമണത്തെക്കാൾ കടുത്ത ഷോക്കായി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ തീരുമാനം മാറിയിരുന്നു. ഇറാൻ US യുദ്ധം മൂലം ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രാജ്യങ്ങളിൽ മുന്നിലാണ് പാകിസ്ഥാൻ. ഇന്ധന വിലക്കയറ്റം, പണപ്പെരുപ്പം, LPG പ്രതിസന്ധി എന്നിവ പാകിസ്ഥാനെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വെട്ടിലാക്കിയിരുന്നു. ഇതിനിടെ പാകിസ്ഥാനെ വെട്ടിലാക്കി ബലൂചിസ്ഥാനിലും സ്വാതന്ത്ര്യവാദ പ്രതിഷേധം രൂക്ഷമായി. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂച്ച് അനുകൂല സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് പിഒകെയിൽ പാകിസ്ഥാന്റെ നരനായാട്ട് നടക്കുന്നത്. പിഒകെയിലെ പ്രതിഷേധം പാകിസ്ഥാനെ നാണം കെടുത്തുന്നതിന് സമാനവുമായി. ഇന്ത്യൻ വാദങ്ങൾക്ക് ബലം നൽകുന്നതുമായിരുന്നു അവിടുത്തെ പ്രതിഷേധം. അതിനെയാണ് ഇപ്പോൾ സൈന്യത്തെ ഉപയോഗിച്ച് കൂട്ടക്കൊലയിലൂടെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിന് പിന്നാലെയാണ് ആ കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ മന്ത്രി തന്നെ രംഗത്തെത്തുന്നത്.